അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് പ്രോബിലിറ്റി യൂസിങ് ഇസഡ് ടേബിൾ. ആ ഇസഡ് ടേബിൾ വെച്ചിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്റ്റാൻഡേർഡ് ഇസഡ് വാല്യൂസ് കണ്ടുപിടിക്കുന്ന ഇത് പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ടേബിളാണ്. അപ്പോൾ ഏരിയ അണ്ടർ ആക്ച്വലി ഈ ഒരു ടേബിൾ തരുന്നത് ഏരിയ അണ്ടർ ദ കർവാണ്. ഈ കർവിന് താഴെയുള്ള ഏരിയ, ആ ഏരിയ ആണ് അവിടുത്തെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആ പ്രോബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിപ്പോൾ ഇതാണ് നമ്മുടെ പോലെ വന്നല്ലേ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കർവ് എന്ന് വെക്കുക. നോർമൽ ഡിസ്ട്രിബ്യൂഷനും സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ എന്താണ് ഇസഡ് വാല്യൂസിൻ്റെ, ഇപ്പോൾ ഇവിടെ ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ് 0 ആണ്. ഇവിടെ എത്തുമ്പോൾ ഇസഡ് പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി. ഇപ്പോൾ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി നമുക്ക് എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ അവൈലബിൾ ആണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് അവൈലബിൾ ആണ്. ഇത് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന കർവാണ്. ഓക്കെ, എഫ് ഓഫ് ഇസഡ് എങ്ങനെയാണ് നമ്മൾ ലിമിറ്റിംഗ് കേസ് നമ്മൾ പറഞ്ഞായിരുന്നു. ഇസഡ് വാല്യൂവിലേക്ക് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് വേരിയബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളായ ഇസഡ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ് മൈനസ് എന്താണ് മ്യൂ ബൈ സിഗ്മ എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. അവിടെ നിന്ന് മ്യൂവിൻ്റെ വാല്യൂ എന്താണ് 0യും സിഗ്മയുടെ വാല്യൂ എന്താണ് 1 ആവുന്ന കേസാണ്. ഇതാണ് നമ്മുടെ എന്താന്ന് പറയുന്നത് മ്യൂ എന്ന് പറയുന്നത്. മ്യൂ 0 ആയതുകൊണ്ട് ഒബ്വിയസ്ലി ഇസഡ് ഈക്വൽ ടു 0. ഹിയർ എന്താണ് ഇസഡിൻ്റെ വാല്യൂ എന്തായി വരുന്നത് 0 ആയി വരുന്നത്, മീനിൻ്റെ വാല്യൂ 0 ആയി വരുന്ന കേസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിമിറ്റിംഗ് കേസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിനെ സ്റ്റാൻഡേർഡ് ഇസഡ് എന്ന് പറയുന്ന ഫോമിലേക്ക് ആക്കിയത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി. ഇതാണ് സംഭവം എന്ന് പറഞ്ഞത്. പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ കർവിനകത്തുള്ള ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രോബിലിറ്റിയുടെ എന്താണ് ഇത് ഞാൻ ആദ്യം പറയാം. നമുക്കറിയാം പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ്സ് പറഞ്ഞിട്ട് നമുക്ക് ഏരിയ അണ്ടർ ദ കർവ് ഇത് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യും എന്നുള്ളത് പഠിക്കുക. ഇതാണ് നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. ഇസഡ് വാല്യൂസിൻ്റെ ഇസഡ് സ്കോർ കണ്ടുപിടിക്കുന്നതിനുള്ള എന്താണ് ടേബിളാണിത്. ഇവിടെ നിന്ന് ഏരിയ അണ്ടർ ദ കർവാണ്, ഏരിയ അണ്ടർ പർട്ടിക്കുലർ ഇൻ്റർവൽ ആണ് നമുക്ക് ഈ ഒരു ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഹെൻസ് ദ പ്രോബിലിറ്റി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മളിവിടുത്തെ പഠിക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യം, എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്, ഈ കർവ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ്സ് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/√ എന്താണ് 2π ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നോർമലി നമ്മൾ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇതിനെ പിടിച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു, കൺസെപ്റ്റ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, അത് കേട്ടിട്ട് ബാക്കി അതിലോട്ട് പോകും. ടോട്ടൽ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്താണ് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡിന് വിത്ത് റെസ്പെക്ട് ഇൻഡിക്കേറ്റ് ചെയ്താൽ ടോട്ടൽ പ്രോബിലിറ്റി എത്രയായിരിക്കും, 1 ആയിരിക്കും. ഇതിൻ്റെ ടോട്ടൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള പ്രോബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ if you are calculating the probability from minus infinity to plus infinity, it will be giving 1 അല്ലേ, 1 ആയിരിക്കും തരുന്നത്. മാക്സിമം ടോട്ടൽ പ്രോബിലിറ്റി 1 ആയിരിക്കും. അപ്പം ഈ ഒരു കർവ് ഹാഫ് പോർഷൻ സിമെട്രിക് ആണ്, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരേപോലെയാണ്, റൈറ്റ് സൈഡിലേക്ക് ഒരേപോലെയാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ എന്താണ് ലെഫ്റ്റ് സൈഡിൽ ഇത്രയും പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഈ 1ൻ്റെ പകുതിയും, റൈറ്റ് സൈഡിലുള്ള ഇത്രയും പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1ൻ്റെ പകുതി ആയിരിക്കും. ഒബ്വിയസ്ലി അത് എത്രയാണ് 0.5, ലെഫ്റ്റ് സൈഡിൽ 0.5 ടോട്ടൽ പ്രോബിലിറ്റി, ഏരിയ അണ്ടർ ദ കർവ് 0.5. പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്ന് ആലോചിക്കുക, ഇവിടെ പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു, പ്രോബിലിറ്റി നമുക്ക് എവിടെ നിന്നാണ് തരുന്നത്, ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദി കർവ് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു കർവിന് താഴെയുള്ള ഏരിയ, ഈ ഒരു കർവിന് താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ടോട്ടൽ ഏരിയ കണ്ട് ഇത്രയും അല്ലേ, ദിസ് ഈസ് ഏരിയ. റൈറ്റ് സൈഡിലെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഈ റൈറ്റ് പോർഷനിലെ ഇത്രയും പ്രോബിലിറ്റി, അല്ലെങ്കിൽ ഈ ഒരു കർവിൻ്റെ താഴെയുള്ള ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മൊത്തം ഇത് 2 ഏരിയ കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടും. അപ്പം ഈ 2 ഏരിയ കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന സാധനമാണ് നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എഴുതി വെച്ചത്. അപ്പോൾ ഇങ്ങനെ ഇൻറ്റഗ്രേഷൻ നമ്മൾ നടത്തേണ്ടതാണ്. എഫ് ഓഫ് ഇസഡ് ഒക്കെ എഴുതി അതിനെ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് വെച്ചിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് 1 എന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നും, ഇടയ്ക്കുള്ള ഈ ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു ടേബിൾ മതിയാവുമെന്നാണ് പറയുന്നത്. ചുമ്മാ ഇൻറ്റഗ്രേഷൻ എന്ന് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട, കോംപ്ലിക്കേഷൻ ആക്കണ്ട. അതെങ്ങനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പ്രോബിലിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത് ഈ ലെഫ്റ്റ് പോർഷൻ്റെ പ്രോബിലിറ്റി ഓഫ് ലെഫ്റ്റ് പോർഷൻ ഇൻ ഇസഡ് കർവ്. അപ്പോൾ ഇസഡ് കർവിലെ ലെഫ്റ്റ് പോർഷൻ്റെ പ്രോബിലിറ്റി നമുക്ക് ഇങ്ങനെ
റെപ്രസെൻറ്റ് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്താണ് -∞ ടു ഇസഡ് അല്ലേ, അതായത് -∞ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 0. അതായത് -∞ മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റിയാണ് ലെഫ്റ്റ് സൈഡിലെ പ്രോബബിലിറ്റി. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0.5. ഇത്രയും പ്രോബബിലിറ്റി 0.5. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ കണ്ട, ഇത് -∞ തുടങ്ങി ഇസഡിൽ തീർന്നു. ഇനി റൈറ്റ് സൈഡിലെ പ്രോബബിലിറ്റി ആണെങ്കിലോ നമുക്കിങ്ങനെ എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എന്താണ് റൈറ്റ് പോർഷൻ ഇൻ ഇസഡ് ആണ്. റൈറ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ 0 മുതൽ +∞ വരെ. അപ്പോൾ പ്രോബബിലിറ്റി ഇങ്ങനെ ഇസഡിൻ്റെ ലിമിറ്റ് എങ്ങനെ കൊടുക്കും? 0 മുതൽ +∞. 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ +∞. അതും എത്രയാണ്? 0.5 ആണ്. ഇപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ -∞ ടു +∞. അതായത് പ്രോബബിലിറ്റി ഓഫ് -∞ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ +∞, വിച്ച് ഈസ് ഈക്വൽ ടു 1. ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ പ്രോബബിലിറ്റി കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഈ ലെഫ്റ്റ് പോർഷൻ്റെ പ്രോബബിലിറ്റി 0.5, റൈറ്റ് പോർഷൻ്റെ ടോട്ടൽ പ്രോബബിലിറ്റി 0.5, ടോട്ടൽ പ്രോബബിലിറ്റി 1. അങ്ങനെയാണെങ്കിൽ ഇഫ് സേ Z1 എന്ന് പറയുന്ന ഒരു വാല്യൂ Z1, ഈ Z1 എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? Z1 വരെയുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഇത്രയും വേണം. എവിടെ നിന്ന് ഏതുവരെ? ഇവിടെ നിന്ന് ഇത്രയും വേണം അല്ലേ. ഇവിടെ തുടങ്ങി ഇങ്ങനെ വന്ന് ഈ ഇത്രയും ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിച്ചാൽ നമുക്ക് Z=1 വരെയുള്ള Z=Z1 വരെയുള്ള പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ലിമിറ്റ് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതിന് റെപ്രസെൻറ്റേഷൻ എന്താണ്? പ്രോബബിലിറ്റി, അത് നമ്മൾ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി എന്നല്ലേ വിളിക്കുന്നത്. നമുക്ക് ഇതിനെ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി എന്ന് വിളിക്കുക അല്ലേ. ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ഓഫീസറൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ടിൽ Z1 വരെയുള്ള ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ Z1 വരെയുള്ള ടോട്ടൽ പ്രോബബിലിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. P of -∞ ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ Z1 അല്ലേ. ഇവിടെ നിന്ന് ഇതുവരെയുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ആക്ച്വലി നമുക്ക് -∞ ടു Z=0 വരെയുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് അറിയാം. 0.5 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഇതുവരെയുള്ള പ്രോബബിലിറ്റി, ഇത് ഇവിടെ നിന്ന് ഇത്രയും ഉള്ള പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള പ്രോബബിലിറ്റി ഈസ് ആക്ച്വലി 0.5. ആ 0.5ൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള, അതായത് Z=0 ടു Z=1, Z=Z1 വരെയുള്ള പ്രോബബിലിറ്റി എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്ത് കൊടുത്താൽ പോരെ. ഇത്ര പ്രോബബിലിറ്റിയുടെ കൂടെ ഇത്ര പ്രോബബിലിറ്റിയും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ആണല്ലോ. ഇവിടുത്തെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ, ഈ ഇത്രയും പോർഷനും ഈ 0.5ൻ്റെ കൂട്ടത്തിൽ ഈ പോർഷൻ്റെ പ്രോബബിലിറ്റി, ഇത്ര പ്രോബബിലിറ്റി ഉദ്ദേശിക്കുന്ന ഏരിയ ആണേ. അപ്പം ഇതുവരെയുള്ള ഏരിയ 0.5 പ്ലസ് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഏരിയ, ഇത്രയും കർവിൻ്റെ ഏരിയ അണ്ടർ ദ കർവ് കണ്ടുപിടിച്ചാൽ വി ക്യാൻ സിംപ്ലി ഫൈൻഡ് ദ പ്രോബബിലിറ്റി ടിൽ ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ടിൽ Z1. അപ്പോൾ നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അത് 0.5 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതാം, -∞ മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റി, അതായത് P of -∞ Z ലെസ് ദാൻ 0, അതായത് -∞ 0 വരെയുള്ള പ്രോബബിലിറ്റി പ്ലസ് ബാക്കി ഇത്ര ഉള്ള പ്രോബബിലിറ്റി ഓഫ് എന്താണ് 0 ടു Z1, 0 ലെസ് ദാൻ Z1 എന്ന് എഴുതാം. ഇത് ആക്ച്വലി നമുക്ക് എന്താണെന്ന് അറിയാം. ഈ ഇവിടെ നിന്ന് ഇതുവരെയുള്ള പ്രോബബിലിറ്റി, ഈ ഇത്രയും പ്രോബബിലിറ്റി നമുക്ക് 0.5 ആണെന്ന് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 0.5 പ്ലസ് ബാക്കി ഈ സാധനം പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കേസ്. അപ്പം ഈ ഒരു സാധനം ആണ് ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും, ഈ സംഭവം എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും, ഇതാണ് ഈ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്തോ ചെയ്യുന്നത്. അത് 0 മുതൽ അത് റൈറ്റ് സൈഡിലോട്ടും ആവാം ലെഫ്റ്റ് സൈഡിലോട്ടും ആവാം. അപ്പോൾ ഹൗ വി ക്യാൻ ഫൈൻഡ് ദിസ് പ്രോബബിലിറ്റി, അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ വെച്ചൊരു സാധനം വരച്ചിട്ട് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ എങ്ങനെ എളുപ്പമാണേ, 0 ടു Z1 ആണ്, അതായത് ഈ ഒരു വാല്യൂ ആണ് 0 ടു Z1 ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതാണ് ഇങ്ങനെയാണ്, ഈ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ Z1 ഒരു വാല്യൂ ഞാൻ കൊടുക്കുകയാണ്. Z1 ഈസ് ഈക്വൽ ടു 0.2 ആണെന്ന് വെച്ചാൽ 0.3, Z=0.3, Z1 ഈക്വൽ ടു 0.3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രോബബിലിറ്റി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ Z ലെസ് ദാൻ എത്രയാണ്? 0.3 വിച്ച് ഈസ് ഈക്വൽ ടു, ഒന്നുമില്ല, നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ നിന്നുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കും. ഫസ്റ്റ് ഈ ടേബിൾ എടുക്കും.
ഈ ടേബിളിൽ രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇസഡ് വാല്യൂസ് ആണ് എല്ലാം. താഴേക്കും വാല്യൂസ് ഉണ്ട്, റൈറ്റ് സൈഡിലേക്കും വാല്യൂസ് ഉണ്ട്. പോയിന്റ്സ് ഇപ്പോൾ താഴേക്കുള്ള വാല്യൂ 0, ഇസഡ് 0.1, 0.2, 0.33 അങ്ങനെ പോയി 3.9 വരെ ഉണ്ട് ഇസഡിൻ്റെ വാല്യൂ. ഇവിടെ ആണെങ്കിൽ 0.001 സോറി 0.00, 0.001, 0.00 അല്ലല്ല 0.00, 0.01, 0.02, 0.03, 0.04, 0.09 വരെ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇസഡിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ്? 0.3 ആണ്. ഇവിടുത്തെ 0.3ലേക്ക് വരിക. ഇസഡ് ഈക്വൽ ടു 0.3. 0.3ലേക്ക് വന്നിട്ട് 0.3 കഴിഞ്ഞിട്ട് പിന്നെ ഡെസിമൽ പ്ലേസസ് ഒന്നും ഇല്ലല്ലോ. അടുത്ത ഡെസിമൽ എന്ന് പറഞ്ഞാൽ എത്ര? 0.3ൻ്റെ അടുത്ത ഡെസിമൽ പ്ലേസ് നമ്മൾ എഴുതുവാണെങ്കിൽ 0.3 കഴിഞ്ഞാൽ 0 ആണ് എഴുതുന്നത്. അപ്പോൾ 0.3 നോക്കിയിട്ട് തൊട്ടപ്പുറത്തെ ഡെസിമൽ പ്ലേസ് ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അത് 0 കറസ്പോണ്ടിങ് ആണ്. അതായത് 0 ആണ് ഇതിന് കറസ്പോണ്ടിങ് ആണ്. രണ്ടാമത്തെ ഡെസിമൽ പ്ലേസ് ഇവിടെ ഉണ്ടോ? 0 അല്ലേ? ഇവിടെ 0 അല്ലേ? ഇത് 3 നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തു കഴിഞ്ഞു. ഫസ്റ്റ് ഡെസിമൽ പ്ലേസ് ആണ് ഇത്. സെക്കൻഡ് ഡെസിമൽ പ്ലേസ് റെപ്രസെൻറ്റ്സ് ഈ ഒരു മുകളിലത്തെ ഈ വാല്യൂസ്. അപ്പോൾ രണ്ടാമത്തെ ഡെസിമൽ പ്ലേസ് 0 ആണ്. അപ്പോൾ ആ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 0.3ക്ക് 0.00ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കി കഴിഞ്ഞാൽ ഇതാണ് കിട്ടുന്നത്. അതായത് വാല്യൂ എത്രയാണ്? 0.1179. ദിസ് ഈസ് ദ ഏരിയ അണ്ടർ ദ കർവ്. ഏരിയ അണ്ടർ എവിടെ നിന്ന് ഏതുവരെയുള്ള 0 to 0.3. അതായത് 0 മുതൽ 0.3 വരെയുള്ള ഇസഡിൻ്റെ വാല്യൂ 0 മുതൽ 0.3 ഉള്ള ഈ കർവിന് താഴെയുള്ള ഏരിയ ആണ് ഈ തരുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നത് ആക്ച്വലി ഈക്വൽ ടു എന്താണ്? നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ്. ഇതാണ് സംഭവം. ഇത് ഇപ്പോൾ 0.3ക്ക് പകരം ഇപ്പോൾ സപ്പോസ് 0.38 ആണെന്ന് വെച്ചോ. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി നമ്മൾ എഴുതും P ഓഫ് 0 മുതൽ 0.38 വരെ. 0 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 0.38 വിച്ച് ഇസ് ഈക്വൽ ടു 0.38 ആണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ ഇവിടേക്ക് പോകും. 0.3യിൽ നോക്കും. 0.3 നമ്മൾ നോക്കി. പിന്നെ അടുത്ത കിടക്കുന്ന 8 ആണ്. അതായത് അടുത്ത നമ്മൾ പോകേണ്ടത് ഇതിൽ 0.8 നോക്കണം. 0.708 അല്ല 0.8 അപ്പം 0.3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.8ന് തൊട്ട് താഴെയുള്ള, അതായത് 0.3യിൽ ഇതാണ് ഈ റോ ആണ്. 0.08ന് തൊട്ട് താഴെ വാല്യൂ ഇതാണ്. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 0.1480, അതായത് 0.38 ആണ്. രണ്ടാമത്തെ വാല്യൂ 0.08 ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 0.3 നോക്കിയിട്ട് 0.08 നോക്കി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വാല്യൂ എഴുതുന്നത് എന്നുള്ളത് ഓർത്തോളം. ദിസ് ഈസ് ദ പ്രോബ്ലം. പറഞ്ഞ് മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അവിടുത്തെ പരിപാടി. അപ്പോൾ അവിടുത്തെ ഏരിയ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് Z1ൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് 0.5 പ്ലസ് Z1 എന്ന് പറയുന്ന 0.3 ആണെങ്കിൽ ആ 0.3 ഈ പ്രോബിലിറ്റി കണ്ടുപിടിച്ച് 0.5 പ്ലസ് 0.1179 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി ടിൽ ദാറ്റ് പോയിന്റ്. ഇത് റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും ഇതേപോലെ തന്നെ. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ Z1ന് പകരം നമുക്കിവിടെ എന്താണ്? ഇതേപോലെ ഒരു -Z1 ആയിരിക്കും. -Z1 -0.38 ആയിരിക്കും. -0.38 ആണ് വരുന്നതെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ പോട്ടെ 0 to 1 വരെ വേരി ചെയ്യുന്നു. അപ്പോൾ അത് മൈനസോ പ്ലസോ മാറി വരാം. ഓക്കെ, -0.38 ആണെന്ന് വെച്ചു. 0 to 3.9 വരെ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇതുവരെയും എന്ത് ചെയ്യാൻ പറ്റും? ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ -3.38 ആണ് നമുക്ക് തന്നിരിക്കുന്നത് വെച്ചു. -0.38 ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട P ഓഫ് എന്താണ്? ഇവിടെ നിന്ന് ഇതുവരെ നമ്മൾ ഈ ഒരു റീജിയനാണ് ഏരിയ അണ്ടർ ദ കർവ് അല്ലേ? 3 സ്ഥലം. ഇവിടുത്തെ പ്രോബിലിറ്റിയാണ് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നോക്കാം 3 സ്ഥലത്ത് ഞാനാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഇവിടെ നിന്ന് ഇതുവരെ -0.38 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 0. ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതി പോകാവും, തിരിച്ച് കളയരുത്. -∞ പ്ലസ് ∞. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. ആദ്യം -0.38 പിന്നെ അവിടെ നിന്ന് 0 വരും. അപ്പോൾ -0.38 to 0 എന്ന് എഴുതേണ്ടി വരും. പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്ന സെയിം തന്നെയാണ്. 0.38 ഇപ്പോൾ 0.3 നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ 0.3 ഇവിടെ കിടക്കുന്നു. 0.3 നോക്കി 0.8 രണ്ടാമത്തെ സംഖ്യ 8 ആണ്. അപ്പോൾ 8 എന്ന് പറഞ്ഞ ഇവിടെ വരും. അപ്പോൾ അതെന്ത് കിട്ടും? 0.1480. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മൈനസ് ആയാലും പ്ലസ് ആയാലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് എഴുതി പോകുന്നത്. ഇപ്പോൾ 3 വാല്യൂസ് ഒക്കെ വരുന്നത് 0.382. 0.382ൻ്റെയൊക്കെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.38 എന്ന് പറഞ്ഞാൽ അങ്ങ് ചെയ്താൽ മതി.
ചിലപ്പോൾ 0.386 കണ്ടുപിടിക്കാൻ പറയും. ഇപ്പോൾ 386 മൂന്നാമത്തെ കൂടെ 0.39 എന്നങ്ങ് എടുത്തേക്ക് ചെയ്താൽ മതി. എനിക്ക് അതിൻ്റെ ആവറേജ് എടുക്കണം. അത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അത് തന്നെ ചെയ്യണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ അപ്രോക്സിമേഷൻ അത് മൂന്നാമത്തെ പോയിന്റ് ഡെസിബൽ അപ്രോക്സിമേഷൻ ഇത് നമുക്ക് ഇല്ലല്ലോ. അപ്പം നമുക്ക് 0.38 വരെ കണ്ടുപിടിച്ച് വെച്ചാലും മതി. 0.39 0.38 കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആവറേജ് വാല്യൂ എടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം, ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ചെയ്യാം. ആവറേജ് വാല്യൂ എടുത്താൽ ഇതുകൂടി ആക്യുറേറ്റ് ആയിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നത്, ഏരിയ ഉണ്ടാകുന്ന സാധനം കണ്ടുപിടിക്കുന്നത്, കർവ് കണ്ടുപിടിക്കുന്നത്. ഏരിയ ഉണ്ടാകുന്ന കർവ് കിട്ടിക്കഴിഞ്ഞാൽ യു ആർ ഡയറക്ട്ലി ഗെറ്റിംഗ് ദി പ്രോബബിലിറ്റി. അപ്പം ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻ്റഗ്രൽ ഫോമിലൊക്കെ എഴുതാൻ പറഞ്ഞു. ഇവിടെ നിന്ന് ഇതുവരെ ഇപ്പോൾ -0.38 മുതൽ ഇതുവരെ ഇൻ്റഗ്രൽ ഫോമിൽ പി ഓഫ് എന്താണ് -0.38 ലെസ് ദാൻ ഇസഡ് ലെസ് ദാൻ 0.38 ആണെങ്കിൽ നമ്മുടെ എന്താണ് -0.38 to 3.38 എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് സംഭവം. പക്ഷേ ഇങ്ങനെ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഏരിയ വെച്ച് ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് വളരെ സിമ്പിളായിട്ട് സാധനങ്ങൾ നേടാം. അതിങ്ങനെ എളുപ്പമല്ലേ? അതാണ് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഇതാണ് ഇത് വെച്ചിട്ട് പ്രോബ്ലംസ്. പിന്നെ അടുത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലംസ് അല്ല. ആദ്യം നമ്മൾ മറ്റേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ, അതായത് എക്സ് വെച്ച് റാൻഡം വേരിയബിൾ എക്സ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. അതിനുശേഷം നമുക്ക് എന്താണ് ഇത് സാധനം പറഞ്ഞത്, അതിനുശേഷം നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതുപോലുള്ള ഈ സാധനം വെച്ചിട്ടുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ളത് വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. വളരെ കൂടുതലായിട്ട് വലുതായിട്ടാണ് മനസ്സിലാക്കാനില്ല. പ്രോബ്ലം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം വായിച്ച് കാര്യം മനസ്സിലാക്കുക എന്നുള്ള പരിപാടി മാത്രമേ നമുക്കിതിൽ ടാസ്ക്കായിട്ട്